വേണു സാറേ, ആ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നെ സാറേന്നൊന്നും വിളിക്കണ്ട, വേണൂന്ന് വിളിച്ചാ മതി. ഞാൻ പഴയ ടാക്സി ഡ്രൈവറാ. ഈ അച്ഛനിതെന്തോമ്മേ? വേണു സാറിനെ സാറെന്ന് വിളിച്ചതിൽ തെറ്റൊന്നുമില്ല. ഏതർത്ഥത്തിലും അതിന് യോഗ്യം തന്നെയാ. കാശുള്ളവരും കാശില്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ അനുഭവിച്ചതാ. അച്ഛൻ പഴയ ഡ്രൈവർ വേണുഗോപാൽ അല്ല. പിന്നെ ഞാനാരടി? മയിൽപീലിയും ചൂടി ഓടക്കുഴൽ ഊതി നടക്കുന്ന സാക്ഷാൽ വേണുഗോപാലനോ? ഭഗവാൻ കൃഷ്ണൻ. വേണുവേട്ടാ, നമ്മൾ പണക്കാര് തന്നെയാ. ആ വില കളയരുതെന്നാ മോള് പറഞ്ഞതിന്റെ അർത്ഥം. എന്തടി, എന്റെ മകന് പണം ഉണ്ടെന്ന് കരുതി എന്റെ തലയിലെന്താ കൊമ്പുണ്ടോ? അമ്പലത്തിൽ വന്നിങ്ങനെ കച്ചറയാവല്ലേ? നിർത്തടി. കച്ചറയാവുന്നത് നീയും നിന്റെ അമ്മയാ. 10 കാശുണ്ടായെന്ന് കരുതി ഇത്രയൊന്നും അഹങ്കാരം പാടില്ല. കാശ് വരും പോവും. അമ്പലത്തിലെന്നല്ല, എവിടെ പോയാലും രാജുവിനും കുടുംബത്തിനും മുൻഗണന കിട്ടണം. കിട്ടിയേ പറ്റൂ. പിറകോട്ട് മാറി നിന്നും മാറ്റി നിർത്തിയും അനുഭവിച്ച വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാ. ഒരു വലിയ ബിസിനസ്സുകാരന്റെ അമ്മയാ ഞാൻ. എനിക്കാ പരിഗണന കിട്ടണം. അമ്പലമുറ്റത്ത് വന്നു നിന്നും അടിയായോ? VIP ആളുകളൊക്കെ ശ്രദ്ധിക്കോ. വന്നേ, ഇങ്ങ വന്നേ. അല്ല, മോൾ എങ്ങോട്ട് പോയി ചേച്ചി? അതിനവൾ അമ്പലത്തിൽ വന്നത് പ്രാർത്ഥിക്കാനാണോ? അവളെ വല്ല വളക്കടകളും തപ്പി നടക്കുമായിരിക്കും. അവൾ അതിനൊന്നും പോവില്ല. പണ്ടേ പോവില്ല, ഇപ്പോഴും പോവില്ല. അവള് വന്നത് വേറെ ചില ലക്ഷ്യങ്ങൾക്കാ. അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും. ഇതെന്താ അച്ഛനും അമ്മയും തമ്മില് കീരിയും പാമ്പും പോലെ നടക്കുന്ന? 20-28 കൊല്ലായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണു. കീരി പാമ്പിനെ അറ്റാക്ക് ചെയ്യണ പോലെ ഞാനിവിടെ അറ്റാക്ക് ചെയ്യണമെന്ന് നീ കണ്ടിട്ടുണ്ടോ? ശകുനിപ്പണി ചെയ്ത് നീ ഞങ്ങളെ കീരിയും പാമ്പും ആക്കാണ്ടിരുന്നാ മതി. നമ്മൾ ഊട്ടിയിൽ വന്നിരിക്കുകയല്ല ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ. ഇത് അമ്പലവാ, അത് മറക്കരുത്. എന്തൊക്കെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുണ്ടായാലും മന്ത്രിയായിരുന്നപ്പോൾ ഇല്ലായിരുന്ന സമാധാനം എനിക്കിപ്പോ ഉണ്ട്. അത് നീ പറഞ്ഞത് ശരിയാ. എന്തായാലും നിനക്കൊരു റെസ്റ്റ് വേണമെന്ന് ഞാനും ആഗ്രഹിച്ചു. നിന്നെ എന്നേക്കുമായി കട്ടിലിൽ കിടത്താനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനേക്കാൾ കഷ്ടോ ഇപ്പൊ നിന്റെ സ്ഥിതി. എനിക്കേത് കണ്ടാലും മതി. ഞാനിവിടെ വന്നിട്ടുണ്ടെന്നും എനിക്ക് രാജുവിനെ അറിയിക്കണം. വേണു സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നെ സാറേന്നൊന്നും വിളിക്കണ്ട, വേണൂന്ന് വിളിച്ചാ മതി.
ഞാൻ പഴയ ടാക്സി ഡ്രൈവറാ. ഈ അച്ഛനിത് എന്തോ അമ്മേ? വേണു സാറിനെ സാറെന്ന് വിളിച്ചതിൽ തെറ്റൊന്നുമില്ല. ഏതർത്ഥത്തിലും അതിന് യോഗ്യം തന്നെയാ. എന്തായാലും വിളിച്ച് ഞാനിങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാ അത് വേണുവേട്ടനോട് പറയേ. അതായത് ഈ വിശേഷൽ പൂജ നടത്തുന്നതിനിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തുലാഭാരം. പ്രത്യേകിച്ച് ഇന്ന് പ്രദോഷ ദിവസമാണ്, ശിവപാർവതിമാരുടെ വിശേഷ ദിവസം. ശിവപാർവതിമാരുടെ ഈ പ്രധാനപ്പെട്ട ദിവസത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്നയാളുടെ തുലാഭാരം നടത്തിയ എന്തുകൊണ്ടും ഐശ്വര്യം തന്നെയാ. മംഗളകർമ്മവും വിവാഹ ജീവിതവും ഐശ്വര്യപ്രദവും, വധൂവരന്മാരുടെ ഭാവി ജീവിതം സന്തോഷപ്രദവും. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. പ്രദോഷ ദിവസം തുലാഭാരം നടത്തുന്നത് ഒരു ഐശ്വര്യം തന്നെയാ. ആ, തുലാഭാരം നടത്തുന്നയാള് ഒരു പ്രാവശ്യം വിവാഹം ചെയ്ത ആളാണെങ്കിലോ? എന്തൊക്കെ ചോദ്യങ്ങളാ വേണുവേട്ട അയാളോട് ചോദിക്കുന്നേ? അല്ല, ഞാൻ ചോദിച്ചതിന് ഇയാൾ മറുപടി പറഞ്ഞില്ല. ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ദൈവം നേരിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണെന്നാണ് എന്റെ വിശ്വാസം. ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാര് പല കാരണങ്ങൾ കൊണ്ടും തെറ്റിപ്പിരിഞ്ഞേക്കാം. ആ പിണക്കങ്ങൾ മാറാനും വിവാഹ ജീവിതം ഉറപ്പിച്ചു നിർത്താനും ഈ വഴിപാട് സഹായിക്കും. അച്ഛന്റെ മനസ്സിൽ എന്തോ ഉദ്ദേശമുണ്ടമ്മേ? ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആ ഉദ്ദേശം ഒന്നും നടക്കില്ല. തുലാഭാരം എന്തായാലും നമുക്ക് നടത്താം. ആ, തുലാഭാരം വേണ്ടെന്ന് പറയാമേ? അതെ, ഈ മനുഷ്യന്റെ തീരുമാനങ്ങൾ പോലെയല്ല ദൈവത്തിന്റെ തീരുമാനങ്ങൾ. മനുഷ്യൻ അവന്റെ തീരുമാനത്തിനനുസരിച്ച് കല്യാണം നടത്തിയാലും ദൈവം അത് അംഗീകരിക്കണമെന്നില്ല. ആരൊക്കെ തമ്മിൽ ഒന്നിക്കണമെന്ന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമേ നടക്കൂ.